ഓടിപ്പോകണ ഭയങ്കര രസമല്ലേ. സുഹൃത്തുക്കളെ, നമുക്ക് ഇന്നൊരു യാത്ര പോയാലോ? വനത്തിലൂടെയുള്ള യാത്ര. ഒരുപാട് അനിമൽസിനെയൊക്കെ കണ്ട് ഒരു യാത്ര. മനോഹരമായ ഈ യാത്ര നമുക്ക് സമ്മാനിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോന്നി അച്ചൻകോൽ റൂട്ടിലാണ്. ഒരുപാട് പേര് ഇത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും നമ്മുടെ ഒരു മാനസികമായ ഒരു ഉല്ലാസം ഈ ഒരു യാത്രയിൽ നമുക്ക് കിട്ടും കേട്ടോ. ഒരുപാട് അനിമൽസിനെ കാണാം, ഒരുപാട് കിളികളെ കാണാം. അങ്ങനെ എന്തായാലും ആ ഒരു 30 കിലോമീറ്റർ യാത്ര, അതായത് നമ്മുടെ കല്ലേലി പാലത്തിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം അച്ചൻകോൽ റോഡ് ചെമ്പിനരി വരെ എന്ന് പറഞ്ഞാൽ ഏകദേശം 30 കിലോമീറ്റർ ഉണ്ട്. ഈ യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആൾതാമസമോ കാര്യങ്ങളൊന്നുമില്ല. നല്ല മനോഹരമായ ഒരു എന്താ പറയുക, തിക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പോകുമ്പോൾ നമുക്ക് ഏത് സമയം ഏത് വളവിലും ആനയെ പ്രതീക്ഷിക്കാം, മറ്റ് അനിമൽസിനെ എല്ലാം പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവഴി യാത്ര ചെയ്യാൻ ഒക്കെ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവഴി വരുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. അതായത് വന്യമൃഗങ്ങളെ നിങ്ങൾ ശല്യം ചെയ്യരുത്, പിന്നെ വനത്തിനുള്ളിൽ അതിക്രമിച്ച് കയറരുത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിബന്ധനകളൊക്കെ പാലിച്ച് നിങ്ങൾക്ക് ഇതുവഴി യാത്ര ചെയ്യാം. അച്ചൻകോവിൽ നിന്ന് അമ്പലത്തിൽ നിന്ന് ശബരിമല സീസണിലൊക്കെ ഇതുവഴി ആൾക്കാർ നടന്നു പോകുന്ന വഴിയൊക്കെയാണ്. എന്തായാലും വരിക, ഇത് ആസ്വദിക്കുക. അല്ലാതെ നിങ്ങൾ മറ്റുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കുക. നമുക്ക് എന്തായാലും യാത്ര ചെയ്യുന്നത്, ഞാനിപ്പം മണ്ണാറപ്പാറ ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസുണ്ട്, അതിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ടുപോകാം. യാത്രയിലെ ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് കാട്ടുകോഴിയാണ്. പൂവൻകോഴി. നമ്മുടെ നാട്ടിലെ പൂവൻകോഴിയുടെ കൂട്ടൊന്നുമല്ല, നല്ല മനോഹരമായ സൗന്ദര്യമുള്ളൊരു കോഴിയാണ് കേട്ടോ. അടിപൊളി കാഴ്ചയാണ്. അതും കണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. അതുകൊണ്ട് ഇതുപോലുള്ള റോഡുകളാണ്, ഫുള്ള് കട്ടർ നിറഞ്ഞ റോഡുകളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വ്യൂ ഫുള്ള് കാണാൻ പറ്റും. അല്ല, ഇതേപോലുള്ള റോഡുകളാണ്. അന്നേരം വാഹനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ വലിയ വാഹനങ്ങളെന്ന് പറയുമ്പോൾ ലോറി പോലുള്ള വാഹനങ്ങളൊന്നും ഇതുവഴി യാത്ര ഇപ്പോൾ അനുവദനീയമല്ല. പലയിടത്തും മരങ്ങളൊക്കെ ഒടിഞ്ഞ് കിടക്കുന്ന, വഴി ചെറുതാവുന്ന സ്ഥലമുണ്ട്. അതായത് പാലം ഒലിച്ചു പോയ സ്ഥലത്തൊക്കെ നമുക്ക് വലിയ വാഹനങ്ങൾ പോകാൻ പാടായിരിക്കും. പക്ഷേ ചെറിയ വാഹനങ്ങളെന്ന് പറഞ്ഞാൽ അടിയെട്ടുന്ന വാഹനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ സൂക്ഷിക്കുക, സ്വന്തം റിസ്കിൽ തന്നെ പോവുക. അപ്പോൾ ഇങ്ങനെയുള്ള റോഡുകളാണ്. പിന്നെ ഓരോ വളവിലും സൂക്ഷിച്ച് തന്നെ യാത്ര ചെയ്യുക. ചപ്പാത്തിലാണോ? അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് വന്ന ആ ജീപ്പിലുള്ള ചേട്ടൻ പറഞ്ഞത്, ഇപ്പോൾ ആന ഈ റോഡ് ക്രോസ് ചെയ്ത് താഴെ ആറ്റിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് പറഞ്ഞത്. പെട്ടെന്ന് എന്നാൽ കാണാൻ പറ്റുമെന്ന് പറയുന്നത്. അവർ ഇങ്ങോട്ട് വരുന്ന സമയത്താണ് ഈ ആന ക്രോസ് ചെയ്ത്. അപ്പോൾ നമുക്ക് കാണാം, ഈ സൈഡിലൊക്കെ കണ്ടോ, ഈ ആന പുറമരച്ച് പാടും, കുത്തിമറിച്ച് ചവിട്ടി മെതിച്ചിട്ടിരിക്കുന്ന പാടുകളൊക്കെ കാണാം. അപ്പോൾ ഇതൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഏകദേശം രണ്ട് സൈഡിലും അടിക്കാടൊക്കെ വെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആനകളൊക്കെ ഈ റോഡ് സൈഡിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പേടിക്കണ്ട. നമ്മുടെ യാത്രയിൽ നമുക്ക് ആ ഒരു പേടിയൊന്നും വേണ്ട. സൂക്ഷിച്ചു പോവുക എന്നുള്ളത്. ആനകളെ പ്രകോപിപ്പിക്കുക, വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കരുത്. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ വാസ കേന്ദ്രമാണ്. 2 ജില്ലകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ്. പത്തനംതിട്ടയും കൊല്ലവും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡും. ആ ചേട്ടൻ പറഞ്ഞ സ്ഥലത്ത് വന്നപ്പോൾ ഈ ആന അച്ചൻകോവിലാറ് ക്രോസ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് ഇയാളിങ്ങനെ ക്രോസ് ചെയ്ത് പോവുകയാണ്. ഇത് മാത്രമല്ല, ഇതിനോടൊപ്പം കുറേ ആനകളുണ്ട്. ഈ ആറിൻ്റെ സൈഡിൽ തന്നെ ആനകൾ നിൽപ്പുണ്ട്. പക്ഷെ നമുക്കത് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇതിനു മുമ്പ് കയറിപ്പോയ ആനകൾ കയറിപ്പോയ പാടുകൾ നമുക്ക് കാണാം. ആ തിട്ടപ്പുറത്ത് ആ മണ്ണിൽ കാൽപ്പാടുകൾ കാണാം. അതായത് ഇതിനു മുമ്പ് കുറേ ആനകൾ ഉണ്ടായിരുന്നു, അത് കയറിപ്പോയി എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്.
അപ്പോൾ നമ്മൾ കോന്നി റൂട്ടിലൂടെ വന്നപ്പോൾ കണ്ട ആനയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ 3-4 ആനകളോട് ഉണ്ട് കേട്ടോ. അത് ആറ്റിൽ തന്നെ നിൽക്കുകയാണ്. ഇത് ആറ് കയറി ഈ കൊമ്പൻ അവിടെ ഇവരെ തിരക്കി നിൽക്കുക. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നപ്പോൾ കാണാം ആ കാട്ടിൽ 2 ആനകളായിട്ട് നിൽക്കുന്നത്. ഇവിടെ കാട് മരം ഒടിയുന്ന സൗണ്ടൊക്കെ കേട്ടാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. അപ്പോൾ 6-അക്കരെയാണ് ഈ ഒരു കാഴ്ചയിൽ കിട്ടിയത്. ആനകളൊക്കെ ഒരുപാടുണ്ട്. ഇന്നെന്തായാലും ആനക്കാഴ്ചയുടെ കൊടിപൂരമാണെന്ന് തോന്നുന്നു. ഇത് 2ാമത്തെ സെറ്റ് ആനകളെ നമുക്ക് കാണുന്നത്. ഞാനെ കണ്ടില്ലേ എൻ്റെ പൊന്നെ. തൊട്ട് താഴെ നിൽപ്പുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ നിൽപ്പുണ്ട്. അവിടെ കയറി പോകുന്നു. അത് ചെവി മുറിയനാണല്ലോ. ആ ചെവി മുറിയനത്. ആ ചെവി മുറിയാന കണ്ടോ ആന കണ്ടോ മുറിഞ്ഞിടക്കുന്നുണ്ടോ? ചെവി മുറിഞ്ഞിടക്കുന്നുണ്ടോ? അവിടുത്തെ ഇച്ചിരി ഡേഞ്ചറസ് ആണ്. അവൻ ഈ റോഡിൽ കൂടെ നടന്നൊരു 4 കിലോമീറ്റർ ഞങ്ങളെ പുറകെ. കൊമ്പനാണത്. അജാസൊക്കെ ഉണ്ട്. അതന്നെ. ഇത് കൊമ്പനല്ല. ഇത് കൊമ്പനല്ല. പക്ഷെ ഇതിൻ്റെയും ചെവി മുറിഞ്ഞ് കിടക്കുമോ? അയാളിങ്ങനെ കാട് കയറി നിൽക്കുക. അങ്ങനെ ആനയെ കണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ആറിൻ്റെ സൈഡിലൂടെ ഒരു മ്ലാവ് നടന്നു വരുന്ന കാണാം. ഇതിനെയൊക്കെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒരു ചെറിയ സൗണ്ട് മതി, ഓടി അങ്ങ് പോകും. വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങി വന്നിട്ട് ആ സൈഡ് പിടിച്ച് പോവുകയാണ്. അത് വരണ്ട് നോക്കുകയാണ്. വണ്ടിയുടെ സൗണ്ട് കൊണ്ടായിരിക്കും അതിങ്ങനെ ചെവി ഇങ്ങനെ കൂർപ്പിച്ച് ഇങ്ങനെ സൗണ്ട് എവിടുന്നാ വരുന്നതെന്നൊക്കെ ശ്രദ്ധിച്ച് ഞങ്ങളെ കണ്ട് ഞങ്ങളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ്. എന്തായാലും അച്ചൻകോവിൽ ആറ് വറ്റി വരണ്ട് കിടക്കുകയാണ്. വേനലാണ്. ഒരുപാട് അനിമൽസുകൾ വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങി വരുന്ന സമയമാണ്. അപ്പോൾ ഈ മ്ലാവിൻ്റെ തൊണ്ടയിൽ ഒരു ചെറിയ പാടുണ്ട്. അതെന്താണെന്നുള്ളത് ഇതുവരെ അതിൻ്റെ വ്യക്തത കിട്ടിയിട്ടില്ല. വലിയ പഠിത്തമുള്ളവർ അവരുടേതായിട്ടുള്ള രീതിയിൽ പറയും. പക്ഷേ ആ കാട്ടിൽ അവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാർ അവരുടേതായിട്ടുള്ള രീതിയിലാണ് ഇതിനെപ്പറ്റി വിശദീകരിക്കുന്നത്. എന്തായാലും ഒന്ന് തന്നെ ആയിരിക്കാം എന്നാണ് നമ്മുടെ വിശ്വാസം. എന്തായാലും ആ ഒരു പാട് എല്ലാ മ്ലാവുകളുടെയും കഴുത്തിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ആ ഒരു മ്ലാവിനെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. ജന്മനുള്ളതാണ് സംഭവം. അപ്പോൾ നമ്മൾ മണ്ണാറപ്പാറ ഫോറസ്റ്റ് ഈ ഒരു പാലത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു മയിൽ നമ്മുടെ തൊട്ട് മുമ്പിലുണ്ട് കേട്ടോ. ഒരു മയിൽ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു കാട്ടുപോത്ത് ഇപ്പോൾ ഉണ്ട്. കുട്ടിയുണ്ട്. കുട്ടിയുണ്ട്. ചിണ്ടോ ചിന്തോ പോസ് ചെയ്ത് നിൽക്കുമല്ലേ.
അങ്ങനെ ഇന്ന് നമുക്ക് മിക്കവാറും കരിമ്പലി കാണാൻ പറ്റും കേട്ടോ. ഇതിനെ നമ്മുടെ നാട്ടിൽ എല്ലാവരും കാട്ടുപോത്തെന്നാണ് പറയുന്നത്. അതുകൊണ്ട് 3 നിപ്പുണ്ട്. അതിന് തൊട്ടപ്പുറത്തൊക്കെ നിപ്പുണ്ട്. കാട്ടുപോത്ത് എന്നൊക്കെയാണ് നമ്മളിവിടെ ആൾക്കാർ പറയുന്നത്. ഇന്ത്യൻ വൈൽഡ് ഗവർ ഇനത്തിൽപ്പെട്ട കാട്ടുകാള എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇതിൽ മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്ത് ഓടി അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്കിതൊന്നും കാണാൻ പറ്റുകയില്ല. ഇപ്പം 2 കാട്ടികൾ അവിടെ നിൽപ്പുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കാല് താഴോട്ട് നല്ല വെള്ളയാണ്. വെള്ള ഷൂ ഇട്ട രീതിയിലാണ്. നല്ല മസിലൊക്കെ ഉള്ള ഒരു കാട്ടുപോത്താണ് ഇങ്ങനെ. അതിൻ്റെ കൂടെ വേറെ നിൽപ്പുണ്ട്. 1-2 കാട്ടുപോത്തുകൾ നിൽപ്പുണ്ട്. ചിലപ്പോൾ ഇങ്ങോട്ട് വരും, അടുത്തോട്ട് വരും. നമുക്കൊന്ന് കണ്ടു പോകാം. കുറച്ചുകൂടെ മുമ്പോട്ട് ചെന്നപ്പോൾ കാണാം വീണ്ടും ഒരു മ്ലാവ് വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നത്. രണ്ട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വനപാതയിലൂടെയുള്ള റോഡാണിത്. ഇപ്പോൾ അച്ചൻകോവിൽ ക്ഷേത്രത്തെയായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാതയാണിത്. ഇപ്പോൾ നമ്മുടെ യാത്രയിൽ വീണ്ടും കണ്ടത് ഒരു മയിലാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കണ്ടു. അപ്പോൾ ഈ ഒരു വനയാത്ര എന്ന് പറയുന്നത് നമ്മുടെ കോന്നിയിൽ നിന്ന് കയറി വരുന്ന നമ്മുടെ കല്ലേലി ക്ഷേത്രമുണ്ട്. കുക്കാത്തോട് പാലത്തിനടുത്ത് നിന്നാണ് തിരിഞ്ഞിങ്ങോട്ട് വരുന്നത്. നമ്മൾ അലിമുക്കിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ചെമ്പനരുവിയിൽ വന്ന് നമുക്ക് അവിടെ നിന്ന് തിരിഞ്ഞു വരാം. അപ്പോൾ അതെല്ലാം തെങ്കാശിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ നമുക്ക് അച്ചൻകോവിൽ കഴിഞ്ഞ് ചെമ്പനരുവി വന്നതിന് ശേഷം വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിലൂടെ വരാം. അപ്പോൾ അയ്യപ്പ സീസണൊക്കെ ആകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതുവഴി പോകുന്നത്. പിന്നെ നാട്ടുകാർക്ക് പോകാനുള്ള വഴി എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. 2 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോന്നിയിലേക്ക് വരാനുള്ളതും പത്തനംതിട്ടയിലേക്ക് വരാനൊക്കെ എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ വലിയ ഈ പറയുന്ന ഡേഞ്ചർ ഏരിയ എന്നൊക്കെ പലരും പറയാറുണ്ടെങ്കിലും നമ്മൾ യാത്ര ചെയ്യുന്നവർ സൂക്ഷിച്ച് പോകുക എന്നുള്ളത് മാത്രമാണ് എന്ന് പറയാം. പിന്നെ രാത്രി യാത്രകൾ ഒഴിവാക്കുക, അതാണ് നമുക്കിതിനകത്ത് ഏറ്റവും കൂടുതൽ പറയാം. ഏതൊരു വനത്തിലായാലും രാത്രി യാത്ര ഒഴിവാക്കുക. വന്യമൃഗങ്ങൾക്ക് അവരുടെ ആവാസ വ്യവസ്ഥകൾ ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ യാത്ര ചെയ്യുന്നൊരു ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ നല്ലൊരു വനയാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ യാത്ര ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മനോഹരമായ യാത്ര ഇഷ്ടപ്പെടുവാൻ, ഇതുപോലുള്ള വ്യത്യസ്തമായ വാർത്തകൾ കാണുവാൻ, യാത്രാനുഭവങ്ങൾ അറിയാൻ അപ്പോൾ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.